നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല മക്കളെ. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇവിടെ കോളേജിലേക്ക് വരുന്ന എത്ര പേരുണ്ട് എനിക്കറിയാം. നിങ്ങൾ ഈ 3/4 പേരും എത്ര പേരുണ്ട്? 100 പേരില്ലേ? ഈ 100 പേരിലും ഒരു 90 പേരെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോളേജിലേക്ക് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെ. നിങ്ങൾക്കൊക്കെ എന്ത് വേണം? കോളേജാണ്, കോളേജ് ലൈഫാണ്, ഇങ്ങനെ അലസമായിട്ട് ആടി ഉലഞ്ഞ് എൻജോയ് ചെയ്ത് പോണം. എൻജോയ് ചെയ്യണ്ടെന്ന് പറഞ്ഞോ? നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തോളൂ. ആർട്സിനോ സ്പോർട്സിനോ എങ്ങട്ടാന്ന് വെച്ചാൽ പോയിക്കോളൂ, എന്തിനും പോയിക്കോളൂ. പക്ഷെ പഠിത്തം മാർക്ക് കുറഞ്ഞ ഞാൻ തരില്ല. ഇന്റേണൽ മാർക്ക് എന്റെ കയ്യിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ആരും ഒരൊറ്റ എണ്ണം പ്രതീക്ഷിക്കേണ്ട. ഞാൻ ഇന്നലെ നിങ്ങളോട് ആ ഫോം കൊണ്ടുവരാൻ പറഞ്ഞ. ഞാൻ കഴിഞ്ഞ ആഴ്ച മറ്റാണ് തോന്നുന്നു നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാൻ തന്നത് അല്ല രാഹുൽ? അല്ല രാഹുലിന്റെ കയ്യിലല്ലേ ഞാൻ തന്നു വിട്ടത്? ആണ്. ഇന്നാണ് ഞാൻ ആ ഫോം കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ആരും കൊണ്ടുവന്നില്ല? ഭക്ഷണം കഴിക്കാൻ മറന്നു നിങ്ങള്? ഇല്ലല്ലോ. ഭക്ഷണം കഴിച്ചില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ. നീതു മേക്കപ്പ് ഇടാൻ മറന്നു? നീ ഇല്ലല്ലോ. എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. പഠിക്കാനുള്ള എന്ത് കാര്യം അങ്ങ് മറന്ന് അങ്ങ് വന്നേക്കണം. ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള സമയവും നേരവും കാലവും ഓർമ്മയും ബുദ്ധിയെല്ലാം ഉണ്ടല്ലോ. ഇത് മാത്രം തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത്? ഞാൻ സ്ട്രിക്റ്റ് ആണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറ്റുന്ന പ്രിൻസിപ്പളിനോട് പറ. ദൃശ്യമാരത്തിന് പറ്റില്ല, ഞങ്ങൾ ഈ സബ്ജക്ട് എടുക്കാൻ ദൃശ്യമാരത്തിന് പറ്റില്ല, ഞങ്ങൾക്ക് വേറെ മാഡംസിന് വേണം. നിങ്ങൾ ആവശ്യപ്പെട്ടോ, പ്രിൻസിപ്പൾ അടുത്ത് പോയി ആവശ്യപ്പെട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഗുരുത്വം ഇല്ലെങ്കിൽ, ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഗുരുത്വം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്താൻ പോണില്ല. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ആരോട്. അപ്പൊ നെക്സ്റ്റ് മൺഡേ ആണ് കേട്ടോ നമ്മുടെ സെമിനാർ. ഐഷ അല്ല അതിന്റെ ലീഡർ. പറ്റില്ലേ? അതെന്താ? നിക്കാഹോ? ആരുടെ? തന്റെയോ? അതൊക്കെ പിന്നത്തെ ആഴ്ചത്തേക്ക് വല്ല മാറ്റിയേക്കാൻ പറ. മൺഡേ എന്തായാലും ഞാൻ പറഞ്ഞ സെമിനാർ എന്തായാലും നടത്തിയിരിക്കണം. നിക്കാഹോ മറ്റൊക്കെ മാറ്റിക്കാൻ പറ. ഇത് സെമിനാർ ഒന്നും മാറ്റിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഇങ്ങനെയായി പോയല്ലോ. അതിനൊക്കെ കഴിഞ്ഞ ബാച്ചിലെ പിള്ളേര് ദൃശ്യ മാഡം എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ ആയിരുന്നു എല്ലാവരും. അതുകൊണ്ട് എന്താ അവരൊക്കെ അങ്ങ് നല്ല നിലയിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ നടന്നോ? അല്ലെങ്കിൽ നമ്മളൊന്നും വില ഇല്ലാത്തത് നിങ്ങൾക്കൊക്കെ എവിടെ എത്തും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇതങ്ങോട്ട് മറ്റന്നാൾ എന്താ അസൈൻമെന്റോ? എനിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതെ, മറ്റന്നാ എന്റെ ആന്റിയുടെ മോന്റെ കല്യാണം. അതുകൊണ്ട് ഞാൻ വരാൻ ചാൻസ് ഇല്ല. നമുക്കത് പിന്നെ എപ്പോഴേലും മാറ്റിയേക്കാം. ഓക്കെ.